രാവിലെ ഉണരുമ്പോൾ തളർച്ചയാണോ അതോ നല്ലൊരു ഉറക്കം ഇപ്പോഴും സ്വപ്നം മാത്രമാണോ? നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് കൂടെയുണ്ട് ആലുങ്കൽ ബെഡ് എംപോറിയം. ട്രെൻഡിംഗ് ആയ ലാറ്റക്സ് ബെഡുകളും മെമ്മറി ബെഡുകളും സ്പ്രിംഗ് ബെഡുകളും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആലുങ്കൽ ബെഡ് എംപോറിയം, കുറുമല മാലക്കുളത്തിന് സമീപം, ചേലക്കര. സംസ്ഥാനത്താകെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് അധികൃതർ അവകാശപ്പെടുമ്പോൾ ഇവിടെ ചേലക്കരയുടെ മിനി സിവിൽ സ്റ്റേഷൻ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. കാട് പിടിച്ചു മൂടിയ നിലയിലുള്ള ചേലക്കര മിനി സിവിൽ സ്റ്റേഷൻ. 100 കണക്കിന് ആളുകൾ ദിവസവും എത്തിച്ചേരുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ പരിസരം കൊതുക് ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യത്തിലാണ് ജനങ്ങൾ. മഴക്കാലപൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയെന്ന് ഭരണകൂടങ്ങൾ അവകാശപ്പെടുമ്പോഴും ചേലക്കരയിൽ ചിത്രം മറ്റൊന്ന്. 100 കണക്കിന് ആളുകൾ ദിനം പ്രതിയെത്തുന്ന ചേലക്കര മിനി സിവിൽ സ്റ്റേഷൻ പരിസരം നിലവിൽ കാട് പിടിച്ച നിലയിലാണ്. കാട് കയറി കൊതുക് ശല്യം രൂക്ഷമായതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഇവിടേക്കെത്തുന്ന പൊതുജനങ്ങൾ. മഴക്കാല രോഗ പ്രതിരോധത്തിനായി പഞ്ചായത്തും വിവിധ വകുപ്പുകളും സജ്ജമാണെന്ന് പറയുമ്പോഴും സ്വന്തം മൂക്കിൻ തുമ്പിലെ ശുചിത്വം കാണാതെ പോവുകയാണ് അധികൃതർ. 4 വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെ നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ചേലക്കര മിനി സിവിൽ സ്റ്റേഷന്റെ അവസ്ഥയാണിത്. പൊതുജനങ്ങൾക്കായി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകേണ്ട സർക്കാർ കേന്ദ്രം തന്നെ കാട് മൂടിക്കിടക്കുകയാണ്. പ്രത്യേകിച്ച് മിനി സിവിൽ സ്റ്റേഷന്റെ പിൻവശം പൂർണ്ണമായും കാട് പിടിച്ച അവസ്ഥയിലാണ്. കാട് മൂടിയതോടെ ഈ ഭാഗത്ത് കൊതുക് ശല്യം കടുത്ത രീതിയിൽ രൂക്ഷമായിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നത്. എന്നാൽ കാട് മൂടിയ പരിസരവും കൊതുക് ശല്യവും കാരണം ഭയത്തോടെയാണ് ആളുകൾക്ക് ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. നാട്ടിലാകെ ശുചീകരണം നടത്തുമ്പോൾ സ്വന്തം ഓഫീസ് പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കാൻ എന്തുകൊണ്ട് അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ് ഇവിടേക്ക് എത്തുന്നവർ ചോദിക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ ഉടനടി ഇടപെട്ട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. CCV ന്യൂസ്, ചേലക്കര.